അല്ല നമുക്ക് ആദ്യം ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. വേണ്ട, ചായ വേണ്ടേ? അല്ല പഞ്ചസാര വേണ്ട. എടി ഒരു ചായ എടുക്ക്. ഇവിടെ പാലില്ല. പിന്നെ കട്ട മതി. ഇവിടെ തേയിലേ തീർന്നു. എന്നാ വെള്ളെങ്കിലും കൊടുക്കാൻ പറ. വേണ്ട, വെള്ളം കുടിച്ചു. അല്ല, ഇടക്ക് വെള്ളം കുടിക്കണത് നല്ലതാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇടക്ക് കുടിക്കണതൊക്കെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാ ഈ പദ്ധതിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല? നമ്മുടെ പ്ലാനിങ് ആയി വരുന്നതേ ഉള്ളൂ. അതാണ് പറ. ഈ ആകാശപാത. ആകാശത്തിലൂടെ ഇങ്ങനെ നമ്മള് 3.5 മണിക്കൂർ കൊണ്ട് എത്തിക്കും. നമ്മള് കാസർഗോഡ് നിന്ന് 20 മിനിറ്റ് ഇടവിട്ട് വിടും. ഈ സാധനം അങ്ങ് വിടും. ഇതാരാ ഇതിനകത്ത് കയറി പോണത്? ഞങ്ങള് തന്നെ. അത് പാവപ്പെട്ടവർക്ക് എന്താണ് ഗുണം? അല്ല, അവർക്കെന്നൊരു ഗുണങ്ങളുണ്ട്. എന്ത്? അവരിപ്പോ നമുക്ക് കരിങ്കൊടി കാണിക്കണ്ട, ഹർത്താൽ ചെയ്യണ്ട, സമരം ചെയ്യണ്ട, തമ്മിൽ ഉണ്ടാവൂല. അതൊക്കെ ഒഴിവാക്കാല്ലോ. രക്ഷാപ്രവർത്തനം അതൊക്കെ ഒഴിവാക്കാല്ലോ നമുക്ക്. അങ്ങനെ ഒഴിവാക്കാൻ അത് നല്ല പരിപാടി. നിങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. അത് കോളിക്കൂടെ സഞ്ചരിക്കാം. എവിടം വരെ പോകുന്ന പറഞ്ഞത്? തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിർത്തരുത്, നേരെ ബഹിരാകാശത്തേക്ക് പോകണം. എല്ലാ നേതാക്കന്മാരും കയറി അങ്ങോട്ട് പോകണം. പിന്നെ തിരിച്ചു വരരുത്. അതോടെ ഈ നാട് നന്നാവും. ചീഞ്ഞ് പോവാം. അങ്ങനെയൊന്നും അല്ല. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകൂ. അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയാവണോ? അതിന് നിങ്ങൾ ചീഞ്ഞല്ല. എന്റെ പൊന്നെ, ഇതാര് ഈ കിടക്കണത്? ഞങ്ങളുടെ തക്കട് പൊന്നെ, അടി ഞങ്ങളുടെ ഒരു ഓട്ടായി കിടക്കുന്നേ. അങ്ങ് വളർന്ന് അങ്ങ് കേറി പോകുവാണോ നീ? പൊക്കല്ലടോ, പൊക്കിയതുകൊണ്ടാണ് അവൻ വളർന്ന് കയറിയതായിട്ട് തോന്നുന്നത്. താഴ്ത്തു വെക്ക, അപ്പൊ അവൻ ചെറുതാ. ഞാൻ കഷ്ടപ്പെട്ട കുഞ്ഞിനെ ഒന്ന് ഉറക്കിയത്. ഇലക്ഷൻ ആവുമ്പോ ഒരു നാണം ഇല്ലാണ്ട് ഇളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളും. ഇലക്ഷൻ കഴിഞ്ഞ് ഏരിയ കാണത്തില്ലല്ലോ. പോടോ. എടി, നീ അങ്ങനെ തൊണ്ട പിടിച്ചിട്ട് കാര്യമില്ല. അവര് പോവൂല, അവർക്ക് നാണമില്ല. അല്ല, അപ്പം നമുക്ക് വോട്ട് ചെയ്യണം. നമ്മൾ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ ഡെവലപ്മെന്റ്. നാണമില്ലാത്ത സഹോദര, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തരുമോ? ഞങ്ങൾ ഭരണത്തിൽ വന്നു എല്ലാ സഹായവും ഓക്കെയാണ്. ഓക്കെ ആണല്ലോ. ഞങ്ങൾ ഈ അടുത്ത് പുതിയൊരു വീട് വെച്ച് നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ ഒന്ന് തരുമോ? 9847355839. ആരുടെ നമ്പറാ? എന്റെ നമ്പർ പോരെ? അതല്ല, വീടിന്റെ നമ്പർ കിട്ടിയില്ലെന്ന് ഒന്ന് ശരിയാക്കി തരുമോ? എന്റെ സുഹൃത്തെ, വീട്ടു നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ പോകാത്ത ഇടങ്ങളില്ല. അങ്ങനെ ലാസ്റ്റ് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയപ്പോ വില്ലേജ് ഓഫീസർ എന്നോട് 5000 രൂപ കൈക്കൂലി വെച്ചിരിക്കുന്നു. കൈക്കൂലി? കൈക്കൂലി ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. വെച്ച് ഉറപ്പിക്കരുത്. കൈക്കൂലി ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. നിർമ്മാർജ്ജനം ചെയ്ത് സമൂഹത്തിന്റെ കുറച്ചേരം അവിടെ പോയിരിക്കും. നിർമ്മാർജ്ജന അത്രേ ഉള്ളൂ. പറ. അതെ, ആ കൈക്കൂലി വാങ്ങിയ ഓഫീസർ നമുക്ക് സ്ഥലം മാറ്റണം. സ്ഥലം മാറ്റണം അല്ലേ? ഒന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല അല്ലേ? എത്ര മേടിക്കണം? 10 പറ. നെല്ലല്ലടാ, ഗോതമ്പ്. 10,000 പറയാൻ. ഒരു 10,000 രൂപ നേതാവിന് കൊടുത്താലേ പുള്ളി നാളെ തന്നെ അയാളെ സ്ഥലം മാറ്റിക്കും. അതിനെന്താ കൊടുക്കുന്നത്? അതിനും എനിക്ക് 5000 അയാൾക്ക് കൊടുത്താ പോരെ വില്ലേജ് ഓഫീസർക്ക്? അല്ല, അയാൾ സ്ഥലം മാറ്റണ്ടപ്പോ. സ്ഥലം മാറ്റണം. അയാള് കൈക്കൂലി മേടിച്ച ആളല്ലേ? നിങ്ങൾ ചോദിക്കുന്ന കൈക്കൂലിയല്ലേ? ഇത് കൈക്കൂലിയല്ല, പിന്നെ പാർട്ടി ഫണ്ട്. അത് ഫണ്ടാണ്. അത് ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. പഴയ കട്ടിള പാളി ജനൽ കൊടുക്കാനുണ്ടോ? നല്ല പരിചയമുണ്ട് ഈ പുള്ളിന്. പഴയ കട്ടിളപ്പാളി പക്ഷേ ജനൽപ്പാളി. ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. പഴയ പാട്ട, ചെമ്പ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോന്നാണ്. ഇതെന്താണ് കട്ടള ജനല്? ചെറിയൊരു വെറൈറ്റി ആണ്. ഇതാരാണിത്? എനിക്ക് നല്ല പരിചയമുണ്ട്. അതായത് ഞങ്ങള് രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാം പോറ്റി വളർത്തുന്ന ഒരാളാണ്. ഇത്തവണ നമുക്കിട്ട് മാത്രം പണിയല്ലേ? എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. എന്നാലും എല്ലാരും കൂടി ഇട്ട് വെക്കുള്ളൂ. നമുക്ക് മാത്രം ഇതെല്ലാം കൂടെ തലയെ വെച്ച് തരല്ലേ നീ? പിന്നെ സുഹൃത്തെ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ വരാൻ കാര്യമില്ലല്ലോ. ഞങ്ങൾ ആ ജംഗ്ഷനിൽ വെച്ച് ഞാൻ സ്കൂട്ടറിന് വരുമ്പോ എതിരെ വരുന്ന റോങ് സൈഡ് വന്ന കാർ എന്നെ ഇടിച്ചു വീഴ്ത്തി. ഞാൻ അവിടെ ചോരയെ കുളിച്ച് കാലും ഒടിഞ്ഞ് അവിടെ കിടന്നു. ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. കാറിലുണ്ടായിരുന്ന ഡ്രൈവറെ അടക്കം നിങ്ങൾ എടുത്തോണ്ട് പോയി. അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അവർ ആംബുലൻസ് വിളിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുത്തനമ്പലം ജംഗ്ഷനിൽ അല്ല വണ്ടി ഇടിച്ച് കിടന്നത്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല? ആ മറ്റേ കാറിൽ വന്ന് 7 പേരില്ലേ? അവര് വെള്ളമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ കൊണ്ടുപോയല്ലോ. അതെന്തുകൊണ്ട്? അതെന്നാന്നറിയാമോ?
നിങ്ങൾ ഒരു ഓട്ടാണ് ഈ കിടക്കണതേ, അത് 7 ഓട്ട. നമ്മൾ അവരെ രക്ഷിച്ചാലേ 7 ഓട്ട് കിട്ടും. ഇത് ഒരു ഓട്ടല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാലോ. അപ്പൊ ഓട്ടിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും. വെറുതെ അല്ലടാ മാളില് പോലീസുകാരനെ തല്ലിയത്. മോളെന്തിനാ പോലീസിനെ തല്ലിയത്? എന്തിനാ പോലീസ് മര്യാദ കൊടുക്കണം? മോളല്ല, ആളില് തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളില് പോലീസുകാരുടെ പാർട്ടിക്കാര് തല്ലി. എന്തായിരുന്നു കാര്യം? പോലീസുകാരുടെ പാർട്ടിക്കാരെ തല്ലിട്ടോ പാർട്ടിക്കാര് തിരിച്ചു തല്ലിയത്. അപ്പൊ തല്ലണമല്ലോ. സുഹൃത്തെ, ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പറയരുത്, അത് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടേതാണ്. എന്ത് ഞങ്ങൾ മാറ്റി പറഞ്ഞ അണ്ണം പറയരുത്. എന്ത് പറയുന്നു? നിങ്ങൾ ആദ്യം തിരുവനന്തപുരം എന്ന് പറഞ്ഞു, ഇപ്പൊ പിന്നെ കൊല്ലം പറഞ്ഞു. അല്ല രാഷ്ട്രീയക്കാരാണ് വാക്ക് മാറ്റി പറഞ്ഞത്. തന്നെ തിരുവനന്തപുരത്തെ ആളും കൊല്ലത്ത് വരരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. എന്തായാലും പോലീസുകാരനെ തല്ലിയത് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്യണം? കൊഞ്ഞനെ കാണിച്ചാ മതിയായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് നാണം കെട്ട് അതെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ? അല്ല, വേറൊരു കേസുണ്ട് അതില്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ആദ്യമായിട്ട് തറക്കല്ലിട്ടത്. എന്നിട്ട് ആ ബസ് സ്റ്റാൻഡ് പണിതോ? അല്ല, അന്നേരത്തേക്ക് ഞങ്ങൾ പറഞ്ഞിന്ന് പുറത്തു പോയിരുന്നു. അപ്പൊ നിങ്ങളുടെ എതിർ പാർട്ടിക്കാർ വന്നു, അവരും അതിന്റെ മേളിൽ ഒരു തറക്കല്ലിട്ടു, അവരും പറഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ ഞങ്ങൾ ഒരു കല്ലിട്ടു. അതൊന്നും പറഞ്ഞില്ല. ഇല്ല. അങ്ങനെ നിങ്ങൾ മാറി 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 തറക്കല്ലിട്ട് അതിപ്പോ വലിയൊരു തൂണായിട്ട് നിൽക്കുക. ബസ് സ്റ്റാൻഡ് ഇപ്പോഴും ഇല്ല. ബസ് സ്റ്റാൻഡിന് ഒരു തൂണായില്ലേ? ഇത്തവണ ഞങ്ങൾക്ക് ഭരണം എന്താ, ഞങ്ങള് പണിയാം. ആർക്കിട്ട് പണിയാ? മൊത്തത്തിലൊന്നും പണിയാം. അതങ്ങനെയല്ല. അയ്യോ, ആരടാ പൊന്നെ ഈ ഓട്ടിനെ ഇങ്ങനെ വെറുതെ കിടത്താതെ സൈലൻസർ പിടിപ്പിച്ച് തുണി പൊതിഞ്ഞിട്ടേക്കുവാണോ ഇതിനെ? എന്റെ മൂത്രം ഒഴിച്ചേ. സാരില്ലതേതാവ് ഉണ്ണിമൂത്രം പുണ്യാഹമെന്നാണ്. അവൻ പുണ്യാഹം തെളിച്ച് അവന്റെ തലമുറയെങ്കിലും ഈ നാടിനെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ആക്കിയതാണോ? ഏയ്, ആക്കിയതാ. അപ്പം നമ്മുടെ ചിഹ്നം പറഞ്ഞല്ലേ? പോണ്ട. അതല്ലേ ഒലക്ക കോട്ടിയത് ഞങ്ങളെ വിജയിപ്പിക്കണം. ഇറങ്ങി പോടോ. കോമഡി